Good afternoon to all. Good afternoon, everyone. Yeah. Okay. Then, how are you all? Have you had your lunch? Lunch have you? Yeah. Okay. Okay. So, എന്തൊക്കെയുണ്ട്? പ്രത്യേകിച്ച് എന്താ പറയാനല്ലേ? ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Let's begin today's section. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ we discussed about OPD, outpatient department വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. ക്ലാസ്സിലുണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? യെസ്. കുറച്ച് പേരെ ഉള്ളല്ലോ ക്ലാസ്സിൽ. ബാക്കി എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ടോ? വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ചെയ്യണോ കുറച്ചു നേരം? ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. ക്ലാസ് എടുത്ത് പോയി കഴിയുമ്പോഴായിരിക്കും ജോയിൻ ചെയ്യാൻ എല്ലാവരും. വീണ്ടും പറയുന്നതിന് പേര് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ആണോ നിങ്ങള്? വെയിറ്റ് ചെയ്യാൻ ഓക്കെ ആണോ? ഓക്കെ ആണ്. ലഞ്ച് കഴിച്ചോ? കഴിച്ചോ? Just wait. കഴിച്ചു മാം. ഓക്കെ, അപ്പൊ ഇനി സ്റ്റാർട്ട് ചെയ്യാട്ടോ. കുറച്ചൊക്കെ ജോയിൻ ചെയ്താലോ? ഇനി സ്റ്റാർട്ട് ചെയ്യാവേ. നോട്ട് ക്ലിയർ ആണല്ലോ? വിസിബിൾ അല്ലേ? അല്ലെ? നോട്ട് വിസിബിൾ ആണല്ലോ എല്ലാവർക്കും? So let's moving on the next topic is job summary of patient counselor. Patient counselorന്റെ job summary അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. A patient counselor, also known as a patient advocate or patient liaison, is a healthcare professional who works keenly with patients and their families to extend emotional support, education, and advocacy. The job description of a patient counselor normally includes the following responsibilities. So, patient counselor ആരാണ്? അല്ലെങ്കിൽ patient counselor മറ്റൊരു പേരെന്താണ്? A patient counselor, also known as a patient advocate or patient liaison. Okay, patient liaison എന്നോ അല്ലെങ്കിൽ patient advocate എന്നോ നമുക്ക് patient counselor പറയാവുന്ന മറ്റൊരു പേരാണ്. Okay, and and as a healthcare professional who works keenly with patients and their families to extend emotional support, education, and advocacy. പേഷ്യൻസിനെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനെയും ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി
ഒബ്സർവ് ചെയ്യും. അത്രയും സൂക്ഷ്മതയോടുകൂടിയും പേഷ്യന്റ് ആയിട്ടും ഫാമിലീസ് ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് ഈ പറയുന്ന പേഷ്യന്റ് അഡ്വക്കേറ്റ് അല്ല, അഡ്വക്കേറ്റ് എന്ന് പറയാം, പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത്രയും സ്ലോഗിൽ പറഞ്ഞാൽ മതിയോ? ഞാൻ ഇപ്പൊ ഓക്കെയാണോ? എന്റെ സ്പീഡ് ഓക്കെയാണോ? ഓക്കെ, just wait. ഓക്കെ, അപ്പോ പേഷ്യന്റ് കൗൺസിൽ എന്താണെന്നല്ല അല്ലെ, ആരാണെന്നും ഒരു മറ്റൊരു പേര് എന്താണെന്നും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. The patient counselor is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis or illness. Okay, patient counselor ഏറ്റവും വലിയ accountable means responsible. എന്താണ്? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ, ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക ആർക്കാണ്? പേഷ്യൻസിനും അതുപോലെ തന്നെ ഫാമിലീസിനും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അവരെ ഇമോഷണൽ സപ്പോർട്ട് ചെയ്യേണ്ടത്? അവരുടെ കൺസേൺസ്, അവരെന്തെല്ലാം ടെൻഷനും അല്ലെ, അവരുടെ കുറെ കാര്യങ്ങൾ കൺസേൺസ് അത് കേൾക്കുക. അതുപോലെ തന്നെ അവരെ എല്ലാ കാര്യങ്ങളും, ഇപ്പോ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ എല്ലാത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്. അതാരാണ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണത്? പേഷ്യന്റ് കൗൺസിലറിന്റെ. പേഷ്യന്റ് കൗൺസിലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം പേഷ്യന്റ് സപ്പോർട്ട് ചെയ്യാൻ, ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുക എന്നതാണ് മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് മനസ്സിലാക്കാം. പേഷ്യന്റ് കൗൺസിലർ ഇസ് ഈക്വൽ ടു പേഷ്യന്റ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പഠിച്ചാലും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ഇസ് വൺ ഓഫ് ദ മെയിൻ ഡ്യൂട്ടി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. നെക്സ്റ്റ് വൺ, educating patients and families. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other side of their care. പേഷ്യൻസിനോടും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനോടും നമ്മുടെ ഡയഗ്നോസിസ് ആയിട്ട് അവരുടെ അസുഖങ്ങളെ പറ്റിയും അവരുടെ ട്രീറ്റ്മെന്റിനെ പറ്റി ഇനി വേറെ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ എന്നതിനെ കുറിച്ചും, സോ ഇനി ഏതൊക്കെ രീതിയിൽ അവർ കെയർ ചെയ്യണം, സോ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവരെ പഠിപ്പിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. സോ ആ പഠിപ്പിക്കുക എന്നതും ഈ പറയുന്ന പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. ഫാമിലീസിനെയും അതുപോലെ തന്നെ പേഷ്യൻസിനെയും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. കാരണം അവരെ ഡയറക്റ്റ് ചെയ്യുക, എന്തെല്ലാം അവരുടെ ടെസ്റ്റുകളും കാര്യങ്ങളും അവരുടെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും എന്തൊക്കെ ഓപ്ഷൻസ് ആണോ ഉള്ളത്, ഇനി വേറെ ട്രീറ്റ്മെന്റ് നമ്മൾ നോക്കണോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യണോ, ഇനി വേറെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ കെയർ, എങ്ങനെയൊക്കെയാണ് പേഷ്യന്റിനെ കെയർ ചെയ്യേണ്ടത്. അപ്പൊ പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഫാമിലിയോടല്ലേ പറയേണ്ടത് അല്ലെ? അപ്പൊ അതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുക. ഇങ്ങനെ പോലെ ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ്, സോ അതെല്ലാം പഠിപ്പിക്കുക. അത് ഈ പറയുന്ന പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. Advocating patients, the patient counselor is accountable for advocating for patients and their families, helping them navigate healthcare system and making sure that their needs are met. അതായത് നമ്മളെ അവരെ നാവിഗേറ്റ് ചെയ്യാൻ മീൻസ് നമ്മളെ ഗൈഡ് ചെയ്യാം അല്ലെ. എല്ലാ കാര്യങ്ങളും ഇപ്പോ ഒരു പേഷ്യന്റ് വരുമ്പോ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊന്നുമില്ല. അപ്പൊ ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യാനും അഡ്വക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നാവിഗേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആണ്. സോ പേഷ്യൻസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ആയിക്കോട്ടെ, നമ്മൾ ആരാണ്
പറയുന്ന പേഷ്യന്റ് കൗൺസിലർ ഹെൽപ്പ് ചെയ്യണം. ഓരോ ഹെൽത്ത് കെയർ സിസ്റ്റം എല്ലാ കാര്യങ്ങളുണ്ട്, എല്ലാം നമ്മൾ അവരെ ഗൈഡ് ചെയ്യാം. മേക്കിംഗ് ഷുവർ ദാറ്റ് their needs are met. അവരെ ആവശ്യങ്ങൾ നൽകുന്നതിലൂടെ, ആവശ്യങ്ങൾ കിട്ടുന്നത് വരെ അവരെ ഗൈഡ് ചെയ്യാം. ഓക്കെ, സോ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. Clear. And next one is providing resources. The patient counselor is accountable for providing patients and their families with the resources and information about support groups, financial assistance, and other services that may be available to them. Providing resources. ഇനി എന്തൊക്കെ സ്രോതസ്സുകളാണുള്ളത്? അതായത് ചിലപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റിന് വേറെ വഴിയില്ല. അല്ലെ, അറിയാലോ, നമ്മൾ എല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സോ നമ്മൾ ഒരുപാട് എമൗണ്ട് ഒന്നും നമ്മൾ സേവിങ്സ് ആയിട്ട് വെക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഇതുപോലെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും നമുക്ക് ആ ടൈമിൽ നമുക്ക് അറിയാലോ, നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. നമ്മൾ മെന്റലി ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ഒരു വഴി നമുക്ക് ചിലപ്പോ നമുക്ക് തന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളാണ് ഇത് ഹോസ്പിറ്റൽ കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ആണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടോ അസിസ്റ്റൻസോ ഒക്കെ ആരെ തരാം? ഈ പറയുന്ന കൗൺസിലർ. അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സ്, പലതരം റിസോഴ്സുകൾ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇതുപോലെയാണ് അവിടെ ചെന്നാൽ, അല്ലെങ്കിൽ അതിന്റെ ഇന്നയാണ് നമ്മൾ നോക്കിയാൽ മീൻസ് അവിടെ ഇപ്പോ ഒരുപാട് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. മീൻസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കുഞ്ഞിന്റെ അറിയാലോ, ഒരു കുഞ്ഞിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും അല്ലെ അറിയാലോ 16 crore അറൌണ്ട് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നു. സോ അതെല്ലാം കൈൻഡ് ഓഫ് സോഴ്സ് ആണ്, ശരിയല്ലേ? ആ ഒരു ഫാമിലി അത് ഫുൾ എമൗണ്ട് നമുക്ക് പേ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. സോ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റയിലൂടെയും അല്ലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും സോ നമ്മളെല്ലാവരും ഇതിനു വേണ്ടി നമുക്കാവുന്ന രീതിയിൽ നമ്മൾ എമൗണ്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ ഇതെല്ലാം വൺ ഓഫ് ദ കൈൻഡ് ഓഫ് സോഴ്സസ് അല്ലെ, ഒരുപാട് സോഴ്സസ്. അപ്പൊ എല്ലാം ഏതൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് ഉള്ള ഇൻഫർമേഷൻസുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന പേഷ്യന്റ് കൗൺസിലറാണ്. ക്ലിയർ ആണത്? മനസ്സിലായോ? ഒരുപാട് സർവീസസ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. സോ അതെല്ലാം നമ്മള് ഒരാൾ പറയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നമ്മുടെ ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും ആലോചിച്ച് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ ഒരാൾ പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനും പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യാനും ചെയ്യുക എന്നതാണ് ഈ പറയുന്ന പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോർഡിനേറ്റിംഗ് കെയർ. The patient counselor is accountable for organizing care between healthcare providers and ensuring that patients receive the essential service and treatments. The patient counselor is accountable for organizing care between healthcare providers and ensuring that patients receive the essential service and treatment. അതായത് പേഷ്യന്റ് കൗൺസിലർ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്? ഓർഗനൈസ് ചെയ്യുക മീൻസ് കെയർ ഓർഗനൈസ് ചെയ്യുക എങ്ങനെയാണ്? അതൊക്കെ തമ്മിലാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ പേഷ്യന്റ് റിസീവ് ചെയ്യുന്ന എസെൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ആയിട്ട് മീൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാവരോടും കോർഡിനേറ്റ് ചെയ്ത് അപ്പോ പേഷ്യന്റ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓക്കെ ഹെൽത്ത് കെയർ ഇപ്പൊ നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പൊ ഹോസ്പിറ്റൽ ഞാൻ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈ ആകുന്നത് എങ്ങനെയാണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഒരേപോലെ എല്ലാവരും ആ ഒരു പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പേഷ്യന്റ് കൂടുതൽ സാറ്റിസ്ഫൈ ആകുന്നത് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫും ഒരേപോലെ നമ്മുടെ കെയറും സപ്പോർട്ടും കൊടുക്കുമ്പോഴാണ് അല്ലെ. സോ പേഷ്യന്റ് കൗൺസിൽ എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടും കോർഡിനേറ്റ് ചെയ്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ? സർവീസ് ആയിക്കോട്ടെ ട്രീറ്റ്മെന്റ്സ് ആയിക്കോട്ടെ എല്ലാം ഒരു കെയർ പ്രൊവൈഡ് ചെയ്യും. കോർഡിനേറ്റിംഗ് കെയർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. അത് ട്രീറ്റ്മെന്റ്സിലൂടെയാണ്, ഒരു സർവീസിലൂടെയാണ് കെയർ ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. The patient counselor is accountable for developing care plans for patients. പേഷ്യൻസിന് വേണ്ടിയുള്ള കെയർ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുക, which include identifying the requirements and goals and working with the healthcare providers to make sure that these needs are met. പേഷ്യൻസിന് അവരുടെ ആവശ്യങ്ങൾ കിട്ടുന്നത് വരെയും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് കൂടെ ഒന്ന് വർക്ക് ചെയ്യുക. എന്തൊക്കെയാണ് കൂടുതലും ഒരു ഹെൽത്ത് കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. എന്തൊക്കെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്?
അവർക്ക് ആവശ്യമാണ് പേഷ്യൻസ് എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത്, അവരുടെ ഗോൾസ് എന്തൊക്കെയാണ്, അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന കെയറിംഗ് പ്ലാൻസ് അല്ലെ അത് ഡെവലപ്പ് ചെയ്യാം. സോ developing care plans is one of the responsibilities of patient counselor. Then monitoring progress, and the last one is the monitoring progress. The patient counselor is accountable for monitoring patients' progress, evaluating their needs, and then making adjustments to their care plan as necessary. The patient counselor is accountable for monitoring patients' progress. പേഷ്യൻസിന്റെ പ്രോഗ്രസ് അല്ലെ അവര് അസുഖത്തിന് പ്രോഗ്രസീവ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇവാലുവേറ്റിംഗ് ദർ നീഡ്സ്, അവരുടെ നീഡ്സ് അവരുടെ ആവശ്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദിയർ കെയർ പ്ലാൻസ് ആസ് നെസസറി. എന്തെങ്കിലും അവരുടെ കെയർ പ്ലാൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. Overall, the role of patient counselor is to extend support and advocacy for patients and their families, helping them navigating the healthcare system and making sure that they receive high quality care. Strong communication skills, empathy, and a key understanding of healthcare systems and service are necessary for success in this role. അപ്പൊ പേഷ്യന്റ് കൗൺസിലർ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യുക, ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്നുള്ളതിൽ അവരെ നാവിഗേറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഈ ഒരു പൊസിഷനിൽ നമ്മൾ പൊസിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ്. പിന്നെ നമുക്കൊരു എംപതി, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ച് കുറച്ച് എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റോളിൽ നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഈ പോയിന്റ് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഞാനൊന്നുകൂടെ വായിക്കണോ? ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം, എന്നിട്ട് നിങ്ങൾ വായിക്കും കേട്ടോ. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കാം. ഓക്കെ, സ്ലോവിൽ വായിക്കാം, അതൊക്കെ ആയിക്കോട്ടെ, സ്പീഡിൽ പോകുന്നില്ല. A patient counselor, also known as a patient advocate or patient liaison, is a healthcare professional who works keenly with the patients and their families to extend emotional support, education, and advocacy. The job description of a patient counselor normally includes the following responsibilities. The first one is providing emotional support. The patient counselor is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis or illness. And the second one is educating patients and families. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options, and other side of their care. And the third one is advocating for patients. The patient counselor is accountable for advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. The fourth one, providing resources. The patient counselor is accountable for providing patients and their families with the resources and information about the support groups, financial assistance, and other services that may receive or available to them. May be available to them. Tom. And the fifth one, coordinating care. The patient counselor is accountable for organizing care between healthcare providers and ensuring that the patients receive the essential service and treatment. Patients essential service and treatment കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ കൂടെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പേഷ്യൻസിന് കെയർ പ്രൊവൈഡ് ചെയ്യുക. Then developing care plans. A patient counselor is accountable for developing care plans for patients, which include identifying their requirements and goals and working with healthcare providers to make sure that these needs are met. Then monitoring progress. The patient counselor is accountable for monitoring patients' progress, evaluating their needs, and making adjustments to their care plans as necessary. Okay, here overall
the role of a patient counselor is to extend support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive high quality care, strong communication skills, empathy, and a deep understanding of healthcare systems and service are necessary for success in this role. Clear ആണോ? ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വായിച്ചു നോക്കിയൊന്ന് എല്ലാവരും. ഓക്കെ, ക്ലാസ്സിലുണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? വായിച്ചു നോക്കൂ കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? കഴിച്ചു കഴിഞ്ഞോ? യെസ്, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, എന്റെ ഇപ്പൊ ക്ലാസ് ഓക്കെ ആണ്? നിങ്ങൾക്ക് ക്ലിയർ ആണ്? ഇത്രയും സ്ലോവിൽ പോയാൽ മതിയോ? കോഴ്സ് കംപ്ലീറ്റ് ആയപ്പോഴാണ് ഞാൻ സ്ലോവിൽ പോണല്ലേ, അങ്ങനെ തോന്നിയോ നിങ്ങൾക്ക്? Next, basic skills required for non-clinical jobs. Non-clinical jobs വേണ്ട basic skills എന്തൊക്കെയാണ്? Okay, check ചെയ്യാട്ടോ. Non-clinical staff in hospitals need a range of skills to efficiently do their roles. Some key skills for non-clinical staff in hospitals consist of എന്തൊക്കെയാണ് അവർക്ക് വേണ്ട requirements എന്തൊക്കെയാണ്? Communication skill. Communication skill is very important skill. അത് ആസ് എ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സ്കില്ല് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. So strong communication skills are necessary for non-clinical staff to efficiently interact with the patients, visitors, and other staff members. They should be able to communicate clearly and empathetically, both verbally and in writing. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വേർബലി മാത്രമല്ലല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലാതെ നോൺ വെർബലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്സ് ആണ് കൂടുതൽ പേഷ്യൻസ് ആയിട്ടും വിസിറ്റേഴ്സ് ആയിട്ടും ഇനി അതർ സ്റ്റാഫ്സ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണത്. സോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് വെരി നെസസറി ഫോർ ദീസ് സ്റ്റാഫ് അല്ലെ. അപ്പോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ. പേഷ്യൻസിനായിക്കോട്ടെ വിസിറ്റേഴ്സിനായിക്കോട്ടെ ആർക്കാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഫെയിൽ ആണ്. കാരണം അവർക്ക് കൺവേ ആകുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് കൺവേ ആകുന്നില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രോസസ് അല്ലെ. കാരണം അല്ല രണ്ടുപേരും നമ്മൾ സംസാരിക്കുന്നതിന് പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മള് ഇതൊക്കെയാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ് അല്ലെ. അപ്പോ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ക്ലിയർ ആയിട്ടല്ല പറയുന്നെങ്കിൽ ആൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വലിയ ഉപകാരമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇവിടെ ആസ് എ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്സിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ടായിരിക്കണം. ഓക്കെ, ആൻഡ് കൂടെ എംപതറ്റിക്കലി, കാരണം അവര് പേഷ്യൻസ് ഏതെല്ലാം സിറ്റുവേഷനിലാണ് കടന്നു വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആ ടൈമിൽ നമ്മൾ ചൂടായിട്ട് ഉറപ്പായിട്ടും സംസാരിക്കാൻ അത് പാടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എംപതറ്റിക് ആയിട്ട് അല്ലെ, എംപതിയോടെയൊക്കെ ആയിരിക്കണം. ആ ഒരു കൈൻഡ് ഓഫ് ടോണിലായിരിക്കണം പേഷ്യൻസ് പറയുന്ന സ്റ്റാഫ്സ് പേഷ്യൻസിനോട് വിസിറ്റേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇന്ററാക്ട് ചെയ്യേണ്ടത്. അതും ഇന്ററാക്ട് ചെയ്യുമ്പോൾ വേർബലി ഇന്ററാക്ട് ചെയ്യണം. അതുകൊണ്ട് റൈറ്റിംഗിലൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ടതാണ്. Okay, so communication skill is very important and first skill required for non-clinical staff. Then customer service skill. Non-clinical staff often act as the first point of contact for patients and visitors. They should maintain excellent customer service skills, which include the ability to be calm and composed in difficult situations, handle inquiries and complaints, and provide a positive and welcoming environment. കസ്റ്റമേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സ്കില്ലാണ്. എല്ലാവർക്കും അങ്ങനെ സ്കിൽ ഉണ്ടാവണമെന്നില്ല. സോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണ് അല്ലെങ്കിൽ വ്യക്തിക്ക് കസ്റ്റമർ സ്കില്ല് വളരെയധികം ആവശ്യമാണ് കേട്ടോ. ഓക്കെ, അതുമല്ല പേഷ്യൻസും വിസിറ്റേഴ്സും ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന കസ്റ്റമർ സർവീസ് ആണ് അല്ലെ. ഇപ്പോ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണെങ്കിലും പെട്ടെന്ന് ഫസ്റ്റ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇന്ററാക്ട് ചെയ്യുന്ന ചിലപ്പോൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയിട്ടായിരിക്കും, അയാൾക്കായിരിക്കും ആണ്. അപ്പൊ അവിടെ കസ്റ്റമർ സർവീസ് കസ്റ്റമേഴ്സിന് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാന്ന് പറയുന്ന സാര കാര്യമില്ല. കാരണം കസ്റ്റമേഴ്സ് അല്ല പേഷ്യൻസ് വരുമ്പോ പേഷ്യൻസ് ഞാൻ പറഞ്ഞു ഏതൊക്കെ സിറ്റുവേഷനാണ് വരാന്ന് പറയാൻ പറ്റില്ല. അത് ഇമോഷണലി അല്ലെങ്കിൽ ഓക്കെ ആകുന്നതായിരിക്കില്ല അല്ലെ, ഓക്കെ ആയ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. സോ അവരെ മാനേജ് ചെയ്യുക ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം സ്കില്ലുള്ള കാര്യമാണ്. സോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സർവീസ് സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കാണാൻ കാമായിട്ട് കേൾക്കണം, ലിസൺ കെയർഫുള്ളി അല്ലെ, നല്ല കാമായിട്ട് കേൾക്കുക. സോ അത് കൈൻഡ് ഓഫ് ഒരു എബിലിറ്റി ആണ്.
ഇനി നമ്മള് ഏതൊക്കെ സിറ്റുവേഷൻ ആണ്, ഇപ്പൊ നമ്മുടെ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മളെ പക്ഷേ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണ്ടി ഡിസ്റ്റർബ് ആയിട്ടൊക്കെ വന്നിരിക്കുന്നതാണെങ്കിൽ നമ്മളത് ഒരിക്കലും അവിടെ കാണിക്കാൻ പാടില്ല അല്ലെ. കസ്റ്റമേഴ്സ് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട നെക്സ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് സ്കില്ലാണ് കേട്ടോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറും കൺസിഡറേഷനും കൊടുക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ് ആണ് അവിടെ ക്രിയേറ്റ് ആവും അല്ലെ. അതുപോലെ പേഷ്യൻസ് പറയുന്ന കംപ്ലൈന്റ്സ് ആണെങ്കിലും എന്ത് എൻക്വയറീസ് ആയിക്കോട്ടെ അതെല്ലാരും കാമായിട്ട് കൂളായിട്ട് അത് അറ്റൻഡ് ചെയ്യാം ആൻഡ് റിസൾട്ട് ചെയ്യാം, അതിനുള്ള റെമഡീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇത്രയും കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആയിട്ടൊക്കെ ചെയ്യുക. സോ അങ്ങനെ ഒരു വെൽക്കമിങ് എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. Okay, and the third requirement is organizational skill. Hospitals are fast-paced environments with a lot of tasks and responsibilities. Non-clinical staff should have strong organizational skills to manage their workload, prioritize tasks, and meet deadlines. Yes. Now, hospitals are fast-paced environments with a lot of tasks and responsibilities. Hospitals എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു ഫോം അല്ല, ഒരുപാട് ടാസ്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ. ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ് ഓർഗനൈസേഷണൽ സ്കിൽ. അത് സ്ട്രോങ് ഓർഗനൈസേഷണൽ ഉണ്ടായിരിക്കണം. സോ വർക്ക് ലോഡ് ആണെങ്കിലും ഒരുപാട് ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കൈൻഡ് ഓഫ് ടാസ്ക് ഡെഡ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് ഇഷ്യൂസും അല്ലെങ്കിൽ ഒരുപാട് ടാസ്ക് വർക്ക് ലോഡ് ഫേസ് ചെയ്യുന്നതായിട്ട് വരും അല്ലെ. ഈ പറയുന്ന പേഷ്യൻസിനാണെങ്കിൽ വർക്ക് ഫ്ലോ അല്ലെ ഒരുപാട് നമ്മൾ മാനേജ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഇപ്പോ ആസ് എ ടീച്ചർ ഞാൻ ഇതുപോലെ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്ലാസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇന്ന കാര്യങ്ങൾ ഇന്ന ക്ലാസ് ഇന്ന പോർഷൻ ആണ്, അടുത്ത ക്ലാസ് വേറെ പോർഷൻ ആണ്, വേറെ ക്ലാസ്സസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എന്നാൽ പോലും നമ്മൾ ഓർഗനൈസ് ആയിട്ട് അത് ഏതൊരു സ്റ്റാഫ് ആണെങ്കിലും ഓർഗനൈസ് നമ്മൾ എല്ലാ കാലം ഓർഗനൈസ് ചെയ്തായിരിക്കണം നമ്മൾ ഒരു പ്രൊഫഷൻ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഓർഗനൈസേഷണൽ സ്കില്ല് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആൻഡ് ടെക്നോളജി സ്കിൽസ്. Proficiency is using different computer applications, electronic health record systems, and other healthcare technology is vital for non-clinical staff. They should be comfortable with the technology and are willing to learn new system as required. ഇന്നത്തെ കാലത്ത് ടെക്നോളജി സ്കിൽ ഇല്ലാതെ ഒന്നും പറ്റില്ല അല്ലെ. ടെക്നോളജി സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോ തൊഴിൽ ഒന്നും ചെയ്യാറില്ല, പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ എല്ലാം ഫീഡ് ചെയ്യണം അല്ലെ. അറിയാം ഇപ്പോ നമ്മുടെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഡിജിറ്റലൈസ്ഡ് ആണ്. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലക്ട്രോണിക് ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹെൽത്ത് റെക്കോർഡ്സ് ആണെന്നെല്ലാം ഈ പറയുന്ന സിസ്റ്റത്തിലാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. സോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. സിസ്റ്റം ബേസ്ഡ് എല്ലാ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ എന്തെങ്കിലും അപ്ഡേഷൻ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ അതും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ടെക്നോളജി ന്യൂ സിസ്റ്റം ടെക്നോളജി ആയിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയി, അതുപോലെ തന്നെ പുതിയ സിസ്റ്റം നമ്മൾ പഠിക്കാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. ടെക്നോളജി സ്കിൽ എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ്സ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കി. Problem solving skills. Non-clinical staff may face various challenges and problems while executing their duties. The ability to think critically, evaluate situations, and find adequate solutions is valuable in ensuring smooth operations and addressing issues promptly. Problem solving skill. ഒരുപാട് ചലഞ്ചസും ഒരുപാട് പ്രോബ്ലംസും നമ്മുടെ ഡ്യൂട്ടീസിൽ ഒരുപാട് ചലഞ്ചസും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. സോ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്താണ് നമ്മളെല്ലാം ഒരു നമ്മുടെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് വരും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആസ് എ ടീച്ചർ എനിക്കും ഒരുപാട് ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അത് ഫേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു പ്രൊഫഷനിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, അതെ ആ പ്രോബ്ലംസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യണം. ക്രിട്ടിക്കലി നമ്മൾ തിങ്ക് ചെയ്യാം. ആ സിറ്റുവേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെ ഹൗ ടു സോൾവ് ദാറ്റ് സിറ്റുവേഷൻ എന്ന് നമ്മൾ ചിന്തിക്കാം. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ ആ ഒരു പ്രൊഫഷൻ കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കുക. സോ ആ പ്രോബ്ലം സോൾവിങ്ങിലൂടെ നമ്മുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നു.
മനസ്സിലായോ? അപ്പൊ ഈ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം, എങ്കിൽ പോലും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ 5 റിക്വയർമെന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ എല്ലാവരും. ഓക്കെ, ഒന്ന് വായിക്കട്ടോ.
Okay, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണല്ലോ? നോട്ട്സ് ഉണ്ട് ഇനി? ഈസി അല്ലേ? അല്ലെ? വളരെ ഈസി പോർഷൻ ആണ്. റിക്വയർമെന്റ്സ് എന്തൊക്കെ സ്കിൽസ് ആവശ്യമാണെന്നുള്ളതാണ്. ഈസി ആണ്. Okay, so let's moving on. The next skill is the sixth one, confidentiality and ethics. Non-clinical staff often have entry to sensitive patient information. It's necessary for them to understand and stick to confidentiality and ethical standards, keeping patient privacy and protecting confidential data. അതായത് പേഷ്യൻസിന്റെ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്സിന് അറിയാൻ പറ്റും. കാരണം ഇതെല്ലാം ഓൾറെഡി സിസ്റ്റമാറ്റിക് ആണ്, എല്ലാം ഫീഡ് ചെയ്യപ്പെടുന്നതാണ് അല്ലെ. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ടും ഒരിക്കലും നമ്മൾ പബ്ലിക് ആക്കാൻ പാടില്ല. പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അത് പേഷ്യൻസ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, any other ഹെൽത്ത് വൈസ് ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. എത്തിക്കൽ സ്റ്റാൻഡേർഡ് നമുക്കൊരു എത്തിക്സ് ഉണ്ടല്ലോ അല്ലെ. സോ അത് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളിതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. പേഷ്യന്റ് പ്രൈവസി ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് ആയിട്ടാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ട് പേഷ്യന്റ് പ്രൈവസി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. Clear? Then teamwork and collaboration. Hospitals are interdisciplinary settings that need collaboration among various departments and staff members. Non-clinical staff should be able to work in an effective manner as part of a team, communicate and coordinate with their colleagues and donate a positive work environment. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അതിലെല്ലാ എല്ലാവരും ഒന്നിച്ച് ടീം വർക്ക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒരു ഫോം നമുക്ക് ഗ്രോ ചെയ്യുള്ളൂ. അതുപോലെ കൊളാബറേറ്റ് ചെയ്തും നമ്മള് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഒരുപോലെ ഒരേ മനസ്സോടെ വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു ഫോം ഒരു ഏത് ഫോം ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആണെന്നില്ല, ഏത് ഓർഗനൈസേഷൻ ഫോം ആണെങ്കിലും അവിടെ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ എല്ലാ സ്റ്റാഫ്സും ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് ടീമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു ഗ്രോത്ത് വരുള്ളൂ കേട്ടോ. അത് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, സോ non-clinical staff should be able to work in an efficient manner as part of a team. ഒരു part of a team എന്നതിൽ നല്ലൊരു efficiently അല്ലെ നമ്മൾ അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കൊളീഗ്സ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതാണ്. ഡൊണേറ്റ് പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് അഡാപ്റ്റബിലിറ്റി. The healthcare industry is continually evolving and non-clinical staff should be adjustable to changes in procedures, policies, and technology. They should be open to learning new skills and approaches to remain updated in their roles. അഡാപ്റ്റബിലിറ്റി ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. സ്റ്റാഫാണെങ്കിൽ നമുക്ക് പ്രൊമോഷണൽ കാര്യങ്ങൾ ഇനി വേറെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. സോ അഡാപ്റ്റബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ എവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും നമ്മൾ അവിടെയും നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കംഫർട്ടബിൾ ആണ്, ഞാൻ ഈ ഒരു പൊസിഷനിൽ കംഫർട്ടബിൾ ആണെങ്കിൽ വേറെ പൊസിഷനിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. സോ നമ്മൾ എവിടെയാണോ നമ്മൾ അവിടെ രീതിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്. സോ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. Adaptability is very important and adjust ചെയ്യുക അല്ലെ. എല്ലാ ഒരുപാട് ചേഞ്ച് പ്രൊസീജിയേഴ്സ് പോളിസീസും അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലെ. സോ അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോഴും അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. സോ അഡ്ജസ്റ്റബിൾ ആകണം, അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പുതിയ അങ്ങനെ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോഴാണെങ്കിൽ അവരുടെ സ്കിൽസ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വേറെ പുതിയ ന്യൂ ലേണിംഗ് സ്കിൽസ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ആ ഒരു അഡാപ്റ്റബിൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. സോ അഡാപ്റ്റബിലിറ്റി സ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. And the ninth one is empathy and the compassion. Although non-clinical staff may not give direct medical care, they often interact with the patients who may be in difficulty or facing challenges situations. Demonstrating empathy, sympathy, and sensitivity towards patients' requirements and emotions is necessary for providing supporting environment. അപ്പൊ നല്ലൊരു സപ്പോർട്ടിംഗ് എൻവയോൺമെന്റ് ഇവിടെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ചാലഞ്ചസും അല്ലെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും.
സോ ഒരുപാട് ഡിഫിക്കൽട്ടീസും അതുപോലെ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഫേസ് ചെയ്താൽ മാത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫേം അവിടെ ഒരു ഗ്രോത്ത് വരുന്നത്. സോ അത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ നമ്മള് ഒരുപാട് ചലഞ്ചസ് അല്ലെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഫേമിൽ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ കരിയറിൽ തന്നെ ഒരു ചേഞ്ചസ് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു മസ്റ്റ് ഫേസ് ചലഞ്ചസ്. അങ്ങനെ ഞാൻ പറയുമ്പോൾ എപ്പോഴും സ്റ്റുഡൻസിന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഏതൊരു ചലഞ്ച് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസും എല്ലാം വരും. സോ അതെല്ലാം നമ്മൾ മസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യാം. അങ്ങനെ മാത്രമാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരുപാട് ഇപ്പോൾ demonstrating empathy, sympathy and sensitivity towards patients, secures and emotions is necessary for providing supporting environment. നമ്മുടെ പേഷ്യൻസ് നമുക്ക് തന്നെ ഒരു എമ്പതി സിമ്പതി ഇമോഷൻസ് നമുക്ക് ഉണ്ടാവണം. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ പേഷ്യൻസ് റിക്വയർമെന്റ്സ് നമ്മുടെ ഇമോഷൻ നമുക്ക് അവർ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ അതിലൂടെ നമുക്ക് ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദെൻ the last one is cultural competence. Hospitals serves the diverse the patient populations with different cultural backgrounds. Non-clinical staff should possess cultural competence, understanding and respecting various cultural practices, beliefs and values to give inclusive and patient-centered care. നമ്മുടെ പേഷ്യൻസ് മിസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അത് ഒരുപാട് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ടാകും. സോ എല്ലാ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഏതൊരു മനുഷ്യന്റെ ആണെങ്കിലും അവരുടെ ബിലീഫ്സ് വിശ്വാസങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. സോ ആ രീതിയിൽ നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടതാണ്, അവരെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സ്കിൽസ് ആണ് ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് മസ്റ്റ് ആയിട്ട് വേണ്ടത്. These are just some of the skills that a non-clinical staff in hospital should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patients and clinical staff. ഒരു എക്സലന്റ് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്റ്റാഫ് ഒരു നല്ല ക്ലിനിക്കൽ സ്റ്റാഫോടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും കുറച്ചാണ് പറയുന്നത്. ഇത് മാത്രമല്ല, കുറച്ച് സം ഓഫ് ദി സ്കിൽസ് ആണ്. സോ ഈ സ്കിൽസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സ്കിൽസ്? എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കസ്റ്റമർ സർവീസ് സ്കിൽ, ഓർഗനൈസേഷണൽ സ്കിൽ, ടെക്നോളജി സ്കിൽ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, adaptability, empathy and compassion, cultural competence. So these are the basic skills required for non-clinical jobs. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ബാക്കി 5 കൂടി ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. വായിക്കൂ കേട്ടോ.
കഴിഞ്ഞോ? ക്ലിയർ ആണോ? പോർഷൻ ക്ലിയർ ആണോ? മനസ്സിലായോ? കംപ്ലീറ്റ് ആയി. ഒരു ഈസി ചാപ്റ്റർ ആണ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത്. അവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കിയായിരുന്നു. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി റെസ്പോൺസിബിലിറ്റീസ്, ദെൻ മെഡിക്കൽ സെക്രട്ടറി റെസ്പോൺസിബിലിറ്റീസ്, ദെൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അവിടെ കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നോക്കിയായിരുന്നു. ദെൻ പേഷ്യന്റ് കൗൺസിലർ and the last one is non-clinical jobs skills. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത്. വളരെ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈസി ആണോ? ചാപ്റ്റർ ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇതിൽ ഓരോ റെസ്പോൺസിബിലിറ്റീസും നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈസി അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആൻഡ് ഓവർവ്യൂ ആണ് കേട്ടോ. ഞാൻ എപ്പോ എടുക്കുന്നില്ല. ഓവർവ്യൂല് വന്ദന മിസ് കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതിന്റെ കണ്ടിന്യൂഷൻ ആയിക്കോട്ടെ ഞാൻ എടുക്കുക. അവിടെ വരെ എടുത്താ പോരെ? കുറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എനിക്ക് വന്ദന മിസ് എടുത്തത് പ്രിവലൻസ് വരെയല്ലേ അല്ലെ? പ്രിവാലൻസ് വരെ എടുത്തത് ആണോ? അത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫാക്ടേഴ്സ് ഒക്കെ എടുത്തായിരുന്നോ? ഫാക്ടേഴ്സ് എഫക്റ്റീവ് പ്രിവലൻസ് എടുത്തോ? പ്രിവലൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? എടുക്കണം. ഓക്കെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ തുടങ്ങാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതുവരെയുള്ളത് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അല്ലേ? പ്രിവലൻസിന് മുന്നേ വരെയുള്ളതെല്ലാം ഓക്കെ ആണ്. അതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ക്ലാസ്സിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പ്രിവലൻസ് തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്ത എല്ലാ പോർഷൻസും ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സോ ദാറ്റ്സ് ഓൾ. നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ക്ലാസ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓവർവ്യൂവിന്റെ കണ്ടിന്യൂഷൻ ആണ്. Okay, so thank you. It's time to wind up this session. Okay, thank you all, and see you on next class. Okay, bye.